ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10-ലെ ഈ ഒരു ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട്. ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വരിക. ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാരമ്പര്യ രോഗങ്ങളെ കുറിച്ചാണ് കേട്ടോ. പാരമ്പര്യ രോഗങ്ങൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. സിക്കിൾ സെൽ അനീമിയയെക്കുറിച്ചും അതുപോലെ തന്നെ ഹീമോഫീലിയയെക്കുറിച്ചും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പാരമ്പര്യ രോഗങ്ങളാണ്. നോക്കിക്കോളൂ, ആദ്യം നമുക്ക് സിക്കിൾ സെൽ അനീമിയയുടെ കാരണം എന്താണെന്ന് നോക്കാം. ഹീമോഗ്ലോബിൻ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. ഹീമോഗ്ലോബിൻ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്നാണ് കേട്ടോ. അപ്പം ചുവന്ന രക്താണുക്കൾ അരിവാൾ ആകൃതിയിലാകുന്നു. ചുവന്ന രക്താണുക്കൾ ആക്ച്വലി ഡിസ്ക് ഷേപ്പാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സിക്കിൾ സെൽ അനീമിയ ബാധിക്കുമ്പോൾ ചുവന്ന രക്താണുക്കൾ എന്തായി മാറും? അരിവാളിൻ്റെ ഷേപ്പായിട്ട് ഇങ്ങനെ വളഞ്ഞു വരുവേ. ഓക്കെ, അപ്പോൾ അരിവാളിൻ്റെ ആകൃതിയിലാകുന്നു. ചുവന്ന രക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയുകയും രൂപമാറ്റം വന്ന ചുവന്ന രക്തകോശങ്ങൾ ലോമികകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ചുവന്ന രക്താണുക്കൾ ഡിസ്ക് ആകൃതിയിലാണ്. അപ്പോൾ ഈ ഡിസ്ക് ആകൃതി മാറിയിട്ട് അതിനെന്തായി മാറും? അരിവാള് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും. അപ്പോൾ ഇങ്ങനെ വളഞ്ഞു വരുമ്പോൾ എന്താ പ്രശ്നം? ഈ RBC അതിൻ്റെ ഓക്സിജൻ വാഹക ശേഷി കുറയും. അങ്ങനെ രൂപമാറ്റം വന്നിട്ടുള്ള, അതായത് ഈ അരിവാൾ ഷേപ്പിലുള്ള RBCകൾ എന്ത് ചെയ്യും? രക്തലോമികകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഇത് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നതെന്നാണ് കാണിക്കുന്നത്. കണ്ടല്ലോ, ഡിസ്ക് ഷേപ്പിലുള്ള RBC, നോർമൽ ആയിട്ടുള്ള RBC ഈ സിക്കിൾ സെൽ അനീമിയ കാരണം എന്ത് ചെയ്യും? ഇങ്ങനെ അരിവാൾ ഷേപ്പിലേക്ക് മാറും. അപ്പോൾ എന്ത് ചെയ്യും? ഈ രക്തലോമികകളിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ തങ്ങി നിൽക്കുന്നത് കണ്ടോ? ഇങ്ങനെ തങ്ങി നിന്നിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടും. ഈ സിക്കിൾ സെൽ അനീമിയ എങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് ഫ്ലോയെ ബാധിക്കുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? റൗണ്ട് ഷേപ്പിലുള്ള ഡിസ്ക് ഷേപ്പിലുള്ള RBC ഷേപ്പ് മാറി അരിവാൾ ഷേപ്പിലാവുകയും നമ്മുടെ രക്തലോമികകളിൽ ഇങ്ങനെ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സിക്കിൾ സെൽ അനീമിയയെക്കുറിച്ച് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹീമോഫീലിയയെക്കുറിച്ചാണ്. ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ എന്താണ്? രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറ് മൂലമാണ് ഹീമോഫീലിയ ഉണ്ടാവുന്നത്. രാജകീയ രോഗം അല്ലെങ്കിൽ എന്താണ് ക്രിസ്മസ് രോഗം എന്നെല്ലാം അറിയപ്പെടുന്ന ഹീമോഫീലിയ ഒരു പാരമ്പര്യ രോഗമാണ്. രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറ് മൂലമാണ് ഹീമോഫീലിയ ഉണ്ടാകുന്നത്. ഇനി എങ്ങനെയത് ബാധിക്കുന്നത് എങ്ങനെയാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ്റെ അഭാവമാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കട്ടിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് അമിത രക്തസ്രാവം ഉണ്ടാവും. നമുക്ക് ബ്ലഡ് നന്നായിട്ട് ലോസ് ആകും. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വൂണ്ട് വരുമ്പോൾ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോത്രോംബിൻ, അത് ത്രോംബിൻ ഉൽപ്പാദിപ്പിക്കും. പിന്നീട് ഫൈബ്രിനോജൻ ഉണ്ടാവും, അതിൽ നിന്ന് ഫൈബ്രിൻ വരും, എന്നിട്ടൊരു വല കണ്ണികൾ പോലെ വന്ന് അവിടെ രക്തക്കട്ട ഫോം ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ സാധാരണ ഒരു വ്യക്തിയിലാണെങ്കിൽ ആ രീതിയിൽ അവിടെ ബ്ലഡ് ഫ്ലോ അവിടെ കട്ടാവും. ഓക്കെ, പക്ഷേ ഹീമോഫീലിയ രോഗികളിൽ എന്താണ്? രക്തം കട്ട പിടിക്കുന്ന ഈ ഒരു പ്രോട്ടീൻ്റെ അഭാവം കാരണം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ബ്ലഡ് ഫ്ലോ കൺട്രോൾ ആവുന്നില്ല. അപ്പോൾ ചെറിയ വൂണ്ടിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ധാരാളം ബ്ലഡ് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാരമ്പര്യ രോഗങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയുമാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. രോഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? പാരമ്പര്യ രോഗങ്ങളും ആർജിത രോഗങ്ങളും. ആർജിത രോഗങ്ങളിലാണ് പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ എന്ന ക്ലാസിഫിക്കേഷൻ ഉള്ളത്. പിന്നെ പാരമ്പര്യ രോഗങ്ങൾ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ പോലെയുള്ള പാരമ്പര്യ രോഗങ്ങളും. ഇങ്ങനെയാണ് രോഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ചികിത്സയെക്കുറിച്ചാണ് പറയുന്നത്. നോക്കിയോളൂ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതത് പ്രദേശത്തെ ജീവിത രീതി, സംസ്കാരം, ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായ ചികിത്സാ രീതികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആയുർവേദം, യുനാനി എന്നിവയെല്ലാം ഇത്തരത്തിൽ രൂപപ്പെട്ട പാരമ്പര്യ ചികിത്സാ രീതികളാണ്. അപ്പോൾ ഓരോ ചികിത്സാ രീതികളെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആയുർവേദം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോകപ്രശസ്തമായ ചികിത്സാ രീതിയാണ് ആയുർവേദം. ആഹാരക്രമം, ഹെർബൽ മരുന്നുകൾ, വ്യായാമ രീതികൾ എന്നിവ ഉപയോഗിച്ച് ശരീരത്തിലെ വ്യവസ്ഥകളുടെ സന്തുലനമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്.
ആയുർവേദത്തിൽ സസ്യജന്തുജന്യമായ വസ്തുക്കൾ ഔഷധങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ആയുർവേദത്തിലെ ഔഷധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ. സസ്യജന്തുജന്യമായ കാര്യങ്ങളാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ചരകൻ, ആയുർവേദത്തിന്റെ പിതാവ്, ആയുർവേദ ചികിത്സാ രീതിയുടെ പിതാവ് ആരാണ്? ചരകനാണ്. ഇനി ഹോമിയോപ്പതിയെ കുറിച്ച് നോക്കാം. ജർമ്മൻ ഡോക്ടറായിരുന്ന സാമുവൽ ഹനിമാൻ ആണ് ഈ ഒരു ചികിത്സാ രീതി ഹോമിയോപ്പതി മുന്നോട്ട് വെച്ചത്. ആരോഗ്യമുള്ള ഒരാളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതി ദ്രവ്യങ്ങളുടെ നേർപ്പിച്ച മാത്രകൾ ഉപയോഗിച്ച് രോഗത്തെ പ്രതിരോധിക്കുന്ന ചികിത്സാ രീതിയാണിത്. അപ്പോൾ ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സാമുവൽ ഹനിമാൻ ആണ്. ആരോഗ്യമുള്ള ഒരാളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതി ദ്രവ്യങ്ങളുടെ നേർപ്പിച്ച മാത്രകൾ ഉപയോഗിച്ച് രോഗത്തെ പ്രതിരോധിക്കുന്ന ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. ഇനി ആധുനിക വൈദ്യശാസ്ത്രം. ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായ ഹിപ്പോക്രാറ്റസ് ആയിരുന്നു. രോഗങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെ തിരുത്തി രോഗകാരികൾ, രോഗനിർണയം, മരുന്നുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ചികിത്സാ രീതിയാണ് ആധുനിക വൈദ്യശാസ്ത്രം. ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനാണ് ഹിപ്പോക്രാറ്റസ്. അപ്പോൾ രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അല്ലെ, അന്ധവിശ്വാസങ്ങളെയൊക്കെ മാറ്റി നിർത്തി രോഗം നിർണയിച്ച് അതിന് വേണ്ടുന്ന മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിത്തറ. അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രോഗനിർണയം നടത്തുന്നത് എങ്ങനെയൊക്കെയാണ്? രോഗനിർണയം നടത്തുന്നത് എങ്ങനെയാണ്? രോഗലക്ഷണങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ്. അതുപോലെ തന്നെ ലാബിൽ പരിശോധന നടത്തി, ശരീര പരിശോധനയൊക്കെ നടത്തിയിട്ടാണ് ഏത് രോഗമാണ് എന്ന് നിർണ്ണയിക്കുന്നത്. ഇനി അതിനുള്ള ചികിത്സയാണെങ്കിലോ, ചികിത്സ എങ്ങനെയാണ്? ഔഷധങ്ങൾ നൽകും, ശസ്ത്രക്രിയ നൽകും, വേണ്ടി വന്നാൽ അവയവ മാറ്റിവെക്കൽ ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ ഉണ്ടാകും, വികിരണ ചികിത്സ വേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യും അല്ലെ. അപ്പൊ ആധുനിക വൈദ്യശാസ്ത്രം പിന്തുടരുന്ന രീതികളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് രോഗനിർണയ ഉപകരണങ്ങളും അവ എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നും നോക്കാം. സ്റ്റെതസ്കോപ്പ് ആണെങ്കിലോ ശരീരത്തിനകത്തെ ശബ്ദ വ്യതിയാനങ്ങൾ തിരിച്ചറിയാനാണ് അല്ലേ. ഹൃദയം, ശ്വാസകോശം, കുടല്, ഇതിനൊക്കെ ശബ്ദ വ്യതിയാനങ്ങൾ തിരിച്ചറിയാനാണ് ഈ സ്റ്റെതസ്കോപ്പ് ഉപയോഗപ്പെടുത്തുന്നത്. സ്പിഗ്മോമാനോമീറ്റർ അറിയാലോ, BP അളക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഡിജിറ്റൽ BP അപ്പാരറ്റസ് എന്നതിന് വേണ്ടി തന്നെയാണ്, രക്തസമ്മർദ്ദം അളക്കാൻ തന്നെയാണ്. പൾസ് ഓക്സിമീറ്റർ. എന്താണ് പൾസ് ഓക്സിമീറ്റർ? രക്തത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ നിലയും ഹൃദയമിടിപ്പും അളക്കുന്നതിനാണ് പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുന്നത്. രക്തത്തിലെ ഓക്സിജന്റെ സാച്ചുറേഷൻ നിലയും അതുപോലെ തന്നെ ഹൃദയമിടിപ്പും അളക്കാനാണ് പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുന്നത്. തെർമോമീറ്റർ നമുക്കറിയാം എന്തിനാണ്? ശരീര ഊഷ്മാവ് അളക്കാൻ വേണ്ടിയിട്ടാണ്. എൻഡോസ്കോപ്പി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരീര അറകളുടെയും അവയവങ്ങളുടെയും ഉൾഭാഗത്തിന്റെ ദൃശ്യം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്തത് US സ്കാനർ, CT സ്കാനർ, MRI സ്കാനർ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആന്തരിക അവയവങ്ങളുടെ തകരാറുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? CT സ്കാനും MRI സ്കാനും US സ്കാനറും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്കാനുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ്? ആന്തരിക അവയവങ്ങളുടെ തകരാറുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്കാൻ ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിനെ സ്കാനർ എന്നും സ്കാനിങ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് പറയും? CT സ്കാനിങ് അല്ലെങ്കിൽ MRI സ്കാനിങ് എന്നൊക്കെ പറയും അല്ലെ. ആന്തരിക അവയവങ്ങളുടെ തകരാറുകൾ മനസ്സിലാക്കാനാണ് സ്കാനിങ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ. നമുക്ക് സ്പെഷ്യലൈസേഷനും ബന്ധപ്പെട്ട മേഖലകളും നോക്കാം. അറിയുന്നതായിരിക്കും, എന്നാലും അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ജനറൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ വിവിധ രോഗങ്ങളുടെ പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയയാണ് ജനറൽ മെഡിസിൻ. കാർഡിയോളജി അറിയാലോ, ഹൃദയ സംബന്ധമായ രോഗചികിത്സയാണ്. പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ രോഗചികിത്സയാണ്. ഗൈനക്കോളജി ആണെങ്കിലോ സ്ത്രീ രോഗചികിത്സയാണ്. യൂറോളജി മൂത്രപഥവുമായി ബന്ധപ്പെട്ട രോഗചികിത്സയാണ് കേട്ടോ. നെഫ്രോളജി ആണെങ്കിൽ വൃക്കാരോഗ ചികിത്സയാണ്. ന്യൂറോളജി നെഫ്രോളജി തമ്മിൽ മാറിപ്പോകരുത്. ന്യൂറോളജി ന്യൂറോൺസുമായിട്ട് കണക്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നാഡീരോഗ ചികിത്സ എന്നുള്ളത് കിട്ടും. നെഫ്രോളജി എന്ന് പറയുമ്പോൾ നെഫ്രോൺ, വൃക്കയിലാണ് നെഫ്രോൺ അല്ലേ. അപ്പോൾ നെഫ്രോളജി വൃക്കാരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ENT എന്ന് പറയുമ്പോഴോ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുടെ രോഗചികിത്സയാണ് ENT. ഈ ഔഷധങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരാം. രോഗനിർണയത്തെ തുടർന്ന് ചികിത്സയ്ക്കായിട്ട് വിവിധ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവ സസ്യങ്ങളിൽ നിന്നോ ജന്തുക്കളിൽ നിന്നോ സൂക്ഷ്മജീവികളിൽ നിന്നോ ഉണ്ടാക്കുന്നവയോ കൃത്രിമമായി നിർമ്മിക്കുന്നവയോ ആകാം. ഇവയിൽ ആന്റിബയോട്ടിക്കുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇനി ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ചാണുള്ളത്. സൂക്ഷ്മജീവികളിൽ നിന്നുണ്ടാക്കുന്നതോ കൃത്രിമമായി ഉണ്ടാക്കുന്നതോ ആയതും ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയകൾക്കെതിരെയാണ് ഉപയോഗിക്കുന്നത്. അത് എവിടെ നിന്നാ? സൂക്ഷ്മജീവികളിൽ നിന്നോ അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള
എന്താണ് മെഡിസിൻസ് ആണ് അല്ലേ, ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ഇവ ബാക്ടീരിയ രോഗത്തിനെതിരായി ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളാണെങ്കിലും അവയുടെ അശാസ്ത്രീയവും അമിതവുമായ ഉപയോഗം പല പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവയിൽ ചില പാർശ്വഫലങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ദഹന വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വയറിളക്കം, ഛർദി, വയറുവേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകും. അലർജി, അതുപോലെ കരൾ, വൃക്കരോഗങ്ങൾ, കുടലിലെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളുടെ നാശം, ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധം, അതായത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു ഇമ്മ്യൂണിറ്റി, ആൻറ്റിബയോട്ടിക് നമുക്ക് കുറേ ആൻറ്റിബയോട്ടിക്കുകൾ എടുത്ത് കഴിയുമ്പോൾ പറയാറില്ലേ, അത് നമ്മുടെ ശരീരത്തിന് ഏൽക്കാതെ വരുന്നു. കാരണം എന്താണ്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇല്ല ഇപ്പോൾ നമ്മുടെ ബോഡിക്ക്. ഓക്കെ, കുറേ മെഡിസിൻസ് എടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ടീരിയകൾക്ക് ആ ഒരു മരുന്നിനെ ഓവർകം ചെയ്യാനുള്ളൊരു ശേഷി അവർക്കുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അമിതമായിട്ട് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധ ശേഷി ഉണ്ടാകുന്നു എന്നത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇത് ചികിത്സ സങ്കീർണമാക്കിയേക്കാം. അപ്പോൾ ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ചോദിച്ചാൽ നമുക്ക് കിട്ടുമോ? ഇല്ല. അലക്സാണ്ടർ ഫ്ലെമിങ്ങും പെൻസിലിനും. സ്കോട്ടിഷ് ബാക്ടീരിയോളജിസ്റ്റായ അലക്സാണ്ടർ ഫ്ലെമിംഗ് 1928 ആകസ്മികമായി പെൻസിലിൻ കണ്ടെത്തി. സ്റ്റാഫിലോകോക്കസ് ബാക്ടീരിയ അടങ്ങിയ പെട്രിഡിഷ്യൽ പെനിസിലിയം നൊട്ടാറ്റം എന്ന ഫംഗസ് വളർന്നപ്പോൾ അത് ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. മനുഷ്യകോശങ്ങളെ നശിപ്പിക്കാതെ ബാക്ടീരിയകളെ കൊല്ലുന്ന ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഫ്ലെമിങ്ങിന് പെൻസിലിൻ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദശാബ്ദത്തിന് ശേഷം ഹോവേർഡ് ഫ്ലോറി, ഏണസ്റ്റ് ബോറിസ് എന്നിവർ ചേർന്ന് അത് ശുദ്ധീകരിക്കുകയും രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഈ കണ്ടെത്തൽ വൈദ്യശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. 1945 ഫ്ലെമിങ്ങിനും ഫ്ലോറിക്കും ഷീനും ഇത് നൊബേൽ സമ്മാനം ലഭിക്കാൻ ഇടയാക്കി. ആൻറ്റിബയോട്ടിക് യുഗത്തിന് തുടക്കം കുറിച്ച കണ്ടെത്തലായിരുന്നു അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ പെൻസിലിൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഹോവേർഡ് ഫ്ലോറി, ഏണസ്റ്റ് ബോറിസ് ചെയിനും. ഓക്കെ, അപ്പോൾ ഇവർ 3 പേർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്, നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഫ്ലെമിങ്ങിനും ഫ്ലോറിക്കും ചെയിനും ഇതെന്ത് ചെയ്തു, നൊബേൽ സമ്മാനം ലഭിക്കാൻ ഇടയാക്കി. വൈറസുകൾക്കെതിരായി ആൻറ്റിവൈറൽ മരുന്നുകളും ഫംഗസുകൾക്കെതിരായി ആൻറ്റി ഫംഗൽ മരുന്നുകളും പ്രോട്ടോസോവകൾക്കെതിരായി ആൻറ്റി പ്രോട്ടോസോവൽ മരുന്നുകളും വിരകൾക്കെതിരായിട്ട് ആൻറ്റി ഹെൽമിന്ത് മരുന്നുകളും പനി കുറയ്ക്കാനായിട്ട് ആൻറ്റി പൈററ്റിക്സ് മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി രക്തബാങ്കിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പോസ്റ്ററാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിയേ, തുള്ളിക്കൊരു ജീവൻ, രക്തദാനം മഹാദാനം, രക്തദാതാക്കൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ. ജസ്റ്റ് ഒന്ന് വായിക്കാം. 18-നും 60-നും മധ്യേ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ചുരുങ്ങിയത് 50 കിലോ ഭാരം ഉണ്ടായിരിക്കണം. ആസ്മ, അപസ്മാരം, ഹൃദ്രോഗം, കിഡ്നി രോഗം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുള്ളവർ രക്തദാനം ചെയ്യാൻ പാടില്ല. രക്തത്തിലെ ഹീമോഗ്ലോബിൻ 12.5 ഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിൽ ആയിരിക്കണം. സ്ത്രീകൾക്ക് ആർത്തവ സമയത്തും മുലയൂട്ടുന്ന സമയത്തും പ്രസവശേഷം 1 വർഷത്തേക്കും രക്തദാനം പാടില്ല. ആരോഗ്യമുള്ള ഒരു പുരുഷന് 3 മാസത്തിലൊരിക്കലും സ്ത്രീക്ക് 4 മാസത്തിലൊരിക്കലും രക്തദാനം ചെയ്യാവുന്നതാണ്. ട്രാൻസ്ഫ്യൂഷനെ കുറിച്ചാണ് നോക്കുന്നത്. രക്തനിവേശനം. ഒരു വ്യക്തിയിൽ നിന്നുള്ള രക്തം അല്ലെങ്കിൽ രക്തഘടകങ്ങൾ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് രക്തനിവേശനം. രക്തം നൽകുന്ന വ്യക്തിയെ രക്തദാതാവ് അല്ലെങ്കിൽ ബ്ലഡ് ഡോണർ എന്നും രക്തം സ്വീകരിക്കുന്ന വ്യക്തിയെ രക്തസ്വീകർത്താവ് അല്ലെങ്കിൽ ബ്ലഡ് റെസിപ്പിയൻ്റ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളൂ. ചുവന്ന രക്തകോശങ്ങളുടെ ഉപരിതലത്തിൽ കാണുന്ന എ, ബി എന്നീ ആൻറ്റിജനുകളാണ് രക്തഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനം. അപ്പോൾ രക്തഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനം എന്താണ്? RBC, ചുവന്ന രക്തകോശങ്ങളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന എ, ബി എന്ന ആൻറ്റിജനുകളാണ് രക്തഗ്രൂപ്പിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. രക്തഗ്രൂപ്പിലുള്ള ആൻറ്റിജൻ ഏതാണോ അതാണ് ആ വ്യക്തിയുടെ രക്തഗ്രൂപ്പ്. ഇപ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ആൻറ്റിജൻ ഏതാണോ അതിനനുസരിച്ചാണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റക്ട് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ രക്തപ്ലാസ്മയിലുള്ള ആൻറ്റിബോഡികൾക്കും രക്തനിവേശനത്തിൽ പ്രാധാന്യമുണ്ട്. ചില വ്യക്തികളിൽ എന്തുണ്ടാവും? എ, ബി എന്നീ ആൻറ്റിജനുകളെ കൂടാതെ ഡി ആൻറ്റിജനും കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഡി ആൻറ്റിജൻ ഉണ്ടെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവും ഡി ആൻറ്റിജൻ ഇല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ, ബി എന്നീ ആൻറ്റിജനുകൾ എന്തുണ്ട്?
നമ്മുടെ RBCയിലുണ്ട്. അപ്പോൾ ഈ AB ആൻറ്റിജൻ ഉള്ളതിനനുസരിച്ച് ഏത് ആൻറ്റിജൻ ആണോ ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നത്. അപ്പോൾ ചില വ്യക്തികളിൽ AB എന്നീ ആൻറ്റിജൻ കൂടാതെ D ആൻറ്റിജനും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ D ആൻറ്റിജൻ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവായിട്ടും D ആൻറ്റിജൻ ഇല്ലാത്തത് എന്താണ് നെഗറ്റീവ് ആണോ പറയപ്പെടുന്നത്. ഓക്കെ, നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പായിട്ടുമാണ് പറയുക. ഓക്കെ, A പോസിറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ D ആൻറ്റിജൻ ഇല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രൂപ്പും D ആൻറ്റിജൻ ഉള്ളവർക്ക് പോസിറ്റീവ് ഗ്രൂപ്പും ആയിരിക്കും. D ആൻറ്റിജൻ ആദ്യമായി കണ്ടെത്തിയത് റീനസ് കുരങ്ങിൽ നിന്നായതിനാൽ ഇതിനെ RH ഘടകം എന്നാണ് പറയുന്നത്. ഓക്കെ, പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ RH ഘടകം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ D ആൻറ്റിജൻ ആദ്യമായി കണ്ടെത്തിയത് റീനസ് കുരങ്ങളിൽ നിന്നായതുകൊണ്ടാണ് ഇതിനെ റീനസ് ഘടകം എന്ന പേരിൽ വിളിക്കുന്നത്, അല്ലെ RH ഫാക്ടർ എന്ന് വിളിക്കുന്നത്. സ്വീകർത്താവിൻ്റെ രക്തത്തിൽ സ്വാഭാവികമായി ഇല്ലാത്ത ആൻറ്റിജൻ ദാതാവിൻ്റെ രക്തം വഴി എത്തിയാൽ അതിനെതിരെ സ്വീകർത്താവിൻ്റെ പ്ലാസ്മയിലെ ആൻറ്റിബോഡികൾ പ്രവർത്തിച്ച് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് എന്ത് ചെയ്യും, ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ആ ഒരു ഡോണറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അവരുടെ ആൻറ്റിജനും ഒക്കെ കണ്ടുപിടിച്ചിട്ട് എല്ലാം ക്രോസ് മാച്ചിങ് ഒക്കെ ചെയ്തിട്ടാണ് ഏത് ബ്ലഡാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നത്. രക്തഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ബോക്സ് പഠിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. അപ്പോൾ രക്തഗ്രൂപ്പ് A ആണെങ്കിൽ അവിടെ ആൻറ്റിജൻ A ആണ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നത് എങ്ങനെയാണ്, ഏത് ആൻറ്റിജൻ ആണോ അതിനനുസരിച്ചാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ B ആണെങ്കിൽ ഇവിടുത്തെ ആൻറ്റിജൻ ഏതായിരിക്കും, ഇവിടെ B ആയിരിക്കും ആൻറ്റിജൻ. ഇനി AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരിൽ A എന്ന ആൻറ്റിജനും ഉണ്ടായിരിക്കും, B ആൻറ്റിജനും ഉണ്ടായിരിക്കും. O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കോ അവർക്ക് എന്തില്ല, അവർക്ക് ആൻറ്റിജൻ ഇല്ല. ഇനി ആൻറ്റിബോഡിയുടെ കേസിലേക്ക് വരികയാണെങ്കിലോ A ആൻറ്റിജൻ ഉള്ളവർക്ക് B ആയിരിക്കും ആൻറ്റിബോഡി. ഇനി B ആൻറ്റിജൻ ഉള്ളവർക്ക് A ആയിരിക്കും ആൻറ്റിബോഡി. ഇനി Aയും Bയും ആൻറ്റിജൻ ഉള്ളവർക്കോ അവർക്ക് ആൻറ്റിബോഡി ഇല്ല. ഓക്കെ, ആ ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിബോഡി ഇല്ല. ഇനി O ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ ഇല്ല, പക്ഷേ ആൻറ്റിബോഡി Aയും Bയും ഉണ്ടായിരിക്കും. ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഇനി ജന്തുരോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഒക്കെ രോഗങ്ങൾ വരും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് ജന്തുരോഗങ്ങൾ, എന്താണ് രോഗകാരി, ബാധിക്കുന്നത് ഏത് ആനിമലിനെയാണ്, അങ്ങനെയൊക്കെയാണ് പഠിക്കാനുള്ളത്. കുളമ്പ് രോഗം എന്ന് പറയുന്നത് വൈറസ് രോഗമാണ്. പശു, എരുമ പോലെയുള്ള കന്നുകാലികളെ ബാധിക്കുന്നതാണ് കുളമ്പ് രോഗം. ഓക്കെ, വാക്സിനാണ് അതിനുള്ള പ്രതിരോധ മാർഗം എന്ന് പറയുന്നത്. ആന്ത്രാക്സ് എന്താണ്, ബാക്ടീരിയ രോഗമാണ് അല്ലേ. ബാക്ടീരിയ രോഗമാണ് ആന്ത്രാക്സ്, ബാധിക്കുന്നത് കന്നുകാലികളെയാണ്. വാക്സിനാണ് പ്രതിരോധ മാർഗം. അകിട് വീക്കമാണെങ്കിലും ബാക്ടീരിയ രോഗം തന്നെയാണ്, പിന്നെ കന്നുകാലികളെ ബാധിക്കുന്നു, വാക്സിനാണ് അതിന് പ്രതിരോധ മാർഗമായിട്ടുള്ളത്. കോഴി വസന്ത എന്ന് പറയുമ്പോൾ കോഴിയും താറാവിനെയൊക്കെ ബാധിക്കുന്ന വൈറസ് രോഗമാണ്, വാക്സിനേഷൻ തന്നെയാണ് പ്രതിരോധ മാർഗമായിട്ട് ഉള്ളത്. ഇനി സസ്യരോഗങ്ങളിലേക്ക് വരുമ്പോൾ അതും നമ്മൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് PSC ചോദിക്കുന്നതാണ് ഈ ഭാഗം കേട്ടോ. വഴുതനയുടെ വാട്ടരോഗം ബാക്ടീരിയ കാരണമാണ്. ഇളം ഇലകൾ പെട്ടെന്ന് വാടിപ്പോകുന്നു, ക്രമേണ ഇലകൾ മഞ്ഞ നിറമാവും, വളർച്ച മുരടിക്കും, ശാഖകൾ കുറയുകയും ചെയ്യും. ഇനി നെല്ലിൻ്റെ നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് ബ്ലൈറ്റ് രോഗം. വഴുതനയുടെ വാട്ടരോഗം, നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം, ഇതും ബാക്ടീരിയ കാരണം തന്നെയാണ്. ഇലകളിൽ വട്ടത്തിലുള്ള മഞ്ഞ പുള്ളിക്കുത്തുകളാണ് ഉണ്ടാകുന്നത്, നെന്മണികളിലും പുള്ളിക്കുത്തുകൾ ഫോം ചെയ്യും. ഇനി വാഴയുടെ കുറുനാമ്പ് രോഗം വൈറസ് കാരണമാണ്. ഇലകൾ നീളവും വീതിയും കുറഞ്ഞ് കുറുകി കുത്തനെ ഉയർന്നു നിൽക്കും, വളർച്ച മുരടിക്കുകയും ചെയ്യും. മരച്ചീനിയിലെ മൊസൈക്ക് രോഗം വൈറസ് രോഗമാണ്. പ്രാരംഭഘട്ടത്തിൽ ഇലകളിൽ മഞ്ഞ നിറമുള്ള പാടുകൾ ഉണ്ടാകുന്നു, ക്രമേണ വെള്ള നിറമാകുന്നു, ചെടിയുടെ വളർച്ച മുരടിക്കും, കിഴങ്ങിൻ്റെ വലിപ്പം കുറയും. തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ എന്താണ്, ഫംഗസ് രോഗമാണ്. ഇളം ഇലകൾ മഞ്ഞ നിറത്തിലാകും, കൂമ്പ് വാടി താഴേക്ക് വീഴുന്നതൊക്കെ എന്താണ്, ഫംഗസ് രോഗമാണ്, തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ. ഇനി കുരുമുളകിലെ ദ്രുതവാട്ടം, അതും എന്താണ്, ഫംഗസ് രോഗമാണ്. ഇലകളിലും തണ്ടുകളിലും നനഞ്ഞ പാടുകൾ ഉണ്ടാകും, ഇലകൾ കൊഴിയുകയും ചെടി പെട്ടെന്ന് വാടി പോവുകയും ഒക്കെ ചെയ്യുന്നത് ദ്രുതവാട്ടം കാരണമാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. വഴുതനയുടെ വാട്ടരോഗം, നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം, ഇത് രണ്ടും ബാക്ടീരിയ കാരണമാണ്. വാഴയുടെ കുറുനാമ്പ് രോഗം, മരച്ചീനിയിലെ മൊസൈക്ക് രോഗം വൈറസ് രോഗങ്ങളാണ്. ഇനി ഫംഗസ് രോഗങ്ങളാണ് തെങ്ങിൻ്റെ കൂമ്പ് ചീയലും കുരുമുളകിൻ്റെ ദ്രുതവാട്ടവും. PSC ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി സസ്യങ്ങളിലെ പ്രതിരോധം എന്താണ് തന്നിരിക്കുന്നത്. സസ്യങ്ങളിൽ നമുക്കറിയാം കോശഭിത്തിയുണ്ട് അല്ലേ, ദൃഢമായിട്ടുള്ള കോശഭിത്തിയുണ്ട്, പുറന്തൊലിയുണ്ട്, ഇലകളിലും തണ്ടുകളിലുമുള്ള മെഴുക് ആവരണം മുതലായവ രോഗാണു പ്രവേശനം തടയുന്നുണ്ട്. ഇനി
നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ബോഡിയിൽ എന്തുണ്ട് WBC ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലേക്ക് ഒരു പരിധി വരെ വരുന്ന ആ ഒരു രോഗാണുക്കൾക്കെതിരെ പ്രതിരോധിക്കുന്നതെന്ന് അല്ലേ. ആദ്യം നമ്മുടെ ശരീരത്തിലുള്ള ശ്ലേഷ്മം, പ്രൈമറി ആയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ശ്ലേഷ്മങ്ങളും നമ്മുടെ ചെവിയിലുള്ള വാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രോഗാണുക്കളെ ഒരു പരിധി വരെ അകറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സസ്യങ്ങളിലും ദൃഢമായ കോശഭിത്തിയും പുറന്തൊലിയും ഇലകളിലും തണ്ടുകളിലുമുള്ള മെഴുകാവരണവും ഒക്കെ ഒരു പരിധി വരെ രോഗാണു പ്രവേശനം തടയുന്നുണ്ട്. ആൻറ്റി മൈക്രോബിയൽ പദാർത്ഥങ്ങൾ രോഗാണുക്കളെ കൊല്ലുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്നുണ്ട്. എൻസൈമുകൾ രോഗാണുക്കളുടെ കോശഭിത്തി വിഘടിപ്പിക്കാനായിട്ട് സസ്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രോഗാണുബാധയേറ്റ ഭാഗത്തെ കോശങ്ങൾ സ്വയം നശിച്ച് രോഗം പടരുന്നത് തടയുന്നുണ്ട്. സസ്യത്തിന്റെ ഒരു ഭാഗം ആക്രമിക്കപ്പെടുമ്പോൾ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക് രോഗബാധയെക്കുറിച്ച് സൂചന നൽകുന്നു. കോശഭിത്തി മറികടന്ന് രോഗാണുക്കൾ പ്രവേശിച്ചാൽ രോഗാണുവ്യാപനം തടയുന്നതിന് കാലോസ് എന്ന പോളിസാക്രൈഡ് ഉണ്ട്. അപ്പോൾ കാലോസ് എന്താണ്? പോളിസാക്രൈഡ് ആണ്. കോശഭിത്തി മറികടന്ന് രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ രോഗാണുവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാലോസ് എന്ന് പറയുന്ന ഒരു പോളിസാക്രൈഡ് സസ്യങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കാലോസ് ഒരു പോളിസാക്രൈഡ് ആണ്. ജീവമണ്ഡലത്തിൽ രോഗങ്ങൾ അനിവാര്യമാണ്. അതിന് വിധേയമാകാത്ത ജീവജാതികളില്ല. മനുഷ്യരുടെ അടക്കമുള്ള ജീവികൾക്കെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ജന്മനാ ഉണ്ട്. എന്നാൽ മനുഷ്യർ രോഗങ്ങളെ കീഴ്പ്പെടുത്താൻ സ്വന്തം രീതികൾ വികസിപ്പിച്ചിട്ടുണ്ട്. പ്രതിരോധവൽക്കരണവും ചികിത്സയും അതിൽ പെടുന്നു. വൈദ്യശാസ്ത്ര മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തെറ്റായ ജീവിതചര്യകൾ കൊണ്ട് മനുഷ്യർക്ക് പുതിയ പുതിയ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യകരമായ ശീലങ്ങൾ പരിശീലിച്ചും ആർജിച്ചും ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതി നേടിയെടുക്കാനാണ് ഓരോ വ്യക്തിയും ശ്രമിക്കേണ്ടത്. അതോടൊപ്പം ജീവിതോപാധിയായ കാർഷിക മേഖലയുടെ സുസ്ഥിതിയും ജീവിതം സുഗമമാക്കാൻ ആവശ്യമാണ്. അതാണ് ഈ ഒരു പാഠത്തിലൂടെ ആർജിക്കേണ്ട അറിവും രൂപപ്പെടേണ്ട മനോഭാവവും. ഇത്രയേ ഉള്ളൂ ഈ ഒരു ലെസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലൊരു ലെസണാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. എന്തായാലും ചാപ്റ്ററിൻ്റെ പേര് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ആ ഒരു ചാപ്റ്റർ നമുക്ക് കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ നമുക്ക് രോഗങ്ങളും രോഗകാരികളും അല്ലെങ്കിൽ രോഗങ്ങളും ആരോഗ്യ പരിപാലനവും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലെസണുകളാണ്. ഒന്ന് ഓൾഡ് SCERTയിലെ സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 4 അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന ചാപ്റ്റർ. കൂടാതെ ഇത് ന്യൂ SCERTയിലെ സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 5 പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. ഉറപ്പാണ് നിങ്ങൾ കുറിച്ചിട്ടോ 2 മാർക്ക് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ പഠിച്ചാൽ തീർച്ചയായിട്ടും ഏതൊരു എക്സാമിനാണെങ്കിലും നമുക്കത് പോവാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന മാർക്കുകളാണ്. തീർച്ചയായിട്ടും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂടാതെ ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. വീഡിയോസിനൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ നൽകുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക കേട്ടോ. അവിടെയാണ് നമ്മൾ വീക്ക്ലി റിവിഷൻ പ്ലാനുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. താങ്ക്